ഓം ഗണപതയേ നമഃ. ഓം രാമചന്ദ്രായ നമഃ. പ്രിയപ്പെട്ടവരെ, നമ്മളിന്ന് പരിശോധിക്കുന്നത് വാൽമീകി രാമായണം യുദ്ധകാണ്ഡത്തിലെ 71ാമത് സർഗമാണ്. കഴിഞ്ഞ സർഗം അവസാനിച്ചപ്പോൾ മത്താനീകൻ കൊല്ലപ്പെട്ട കഥ നമ്മൾ മനസ്സിലാക്കി. ഇതിനു മുമ്പ് മഹോദരൻ കൊല്ലപ്പെട്ടു. ഈ വിവരങ്ങൾ മനസ്സിലാക്കിയപ്പോൾ രാക്ഷസ രാജാവിൻ്റെ പ്രിയ പുത്രനായ ബ്രഹ്മാവിൽ നിന്നും വരം സമ്പാദിച്ചിട്ടുള്ള പർവ്വതുല്യാകാരനായ അടികായൻ എന്ന രാക്ഷസൻ ക്രുദ്ധനായിട്ട് യുദ്ധത്തിന് തയ്യാറായിക്കൊണ്ട് വാനരന്മാരുടെ മുമ്പിലേക്ക് വന്നു. രാക്ഷസൻ സ്വന്തം പേര് പ്രഖ്യാപിച്ചുകൊണ്ട് ഉച്ചത്തിൽ ഗർജിച്ചുകൊണ്ട് വാനരന്മാരുടെ മുമ്പിലേക്ക് നീങ്ങുന്നപ്പോൾ അവരേവരും നടുങ്ങിപ്പോയി. അവരെ ഭയന്ന് പരസ്പരം കെട്ടിപ്പിടിച്ചു. കുംഭകർണൻ എഴുന്നേറ്റ് വന്നുവോ എന്നുള്ള സംശയം അവരിൽ പലർക്കും ഉണ്ടായി. ചിലർക്ക് വിഷ്ണുവിൻ്റെ വാമനാവതാരത്തെ ഓർമ്മ വന്നു. മൂന്നടിയായി ലോകമളക്കുവാൻ തയ്യാറായ വിഷ്ണുവിൻ്റെ രൂപം ചിന്തയിൽ വന്നു. ചില വനരന്മാർക്ക് ബോധം നഷ്ടപ്പെട്ടു പോയി. രക്ഷപ്പെടാൻ ആഗ്രഹിച്ച ഭൂരിപക്ഷം പേരും രാമനെ ആശ്രയിച്ചു. വനരന്മാരെ ആശ്വസിപ്പിച്ചിട്ട് രാമൻ വിഭീഷണനോട് ചോദിച്ചു, പർവ്വതം പോലിരിക്കുന്നവനും വില്ലേന്തിയവനും സിംഹക്കണ്ണുള്ളവനും 1000 കുതിരകളാൽ പൂട്ടപ്പെട്ട തേലിരിക്കുന്നവനുമായ ഇയാൾ ആരാണ്? ശൂലങ്ങളും തീഷ്ണങ്ങളായ കുണ്ടം തോമരം എന്നിവ ചുറ്റും തിളങ്ങിക്കാണുന്നുണ്ട്. ഭൂതങ്ങളാൽ പരിവൃതനായ മഹേശ്വരനെ പോലെ തോന്നിക്കുന്നു. രഥത്തിലുള്ള വേലുകൾ യമന്റെ ജിഹ്വകളെ ഓർമ്മിപ്പിക്കുന്നു. അതിനനുസരിച്ചുള്ള ആ പ്രകാശം അതിനെ കാണുന്നു. പൊന്നു പൂശിയ വില്ലുകൾ തേരിൻ്റെ ശോഭ വർദ്ധിപ്പിക്കുന്നുണ്ട്. രണഭൂമിയെ ശോഭിപ്പിച്ചുകൊണ്ട് ആദിത്യപ്രഭ പരത്തുന്ന രഥത്തിൽ ഇരുന്നു കൊണ്ടാണ് കക്ഷിയുടെ വരവ്. ചുവന്നമാല കഴുത്തിലിട്ടിട്ടുണ്ട്. ഇരുണ്ട നിറമാണ്. കാലന്റെ വക്രം പോലെ വലിയ വായുള്ളവനാണ്. ഹിമവാന് തുല്യം ശോഭിക്കുന്നുണ്ട്. സർവ വാനരന്മാരെയും ഭയപ്പെടുത്തുന്ന ഇവൻ ആരാണ് പറഞ്ഞാലും? വിഭീഷണൻ അതിന് മറുപടിയായി പറഞ്ഞു, രാവണനൊപ്പം തുല്യ ബലമുള്ള ഇവൻ രാവണനെ ധാന്യമാലിനിയിൽ ഉണ്ടായ പുത്രനാണ്. അവൻ ജ്ഞാനവൃത്തരെ ആരാധിക്കുന്നവനും വേദജ്ഞനും സർവ ശാസ്ത്ര വിത്തുക്കളിൽ അഗ്രഗണ്യനുമാണ്. ശാസ്ത്രവിദ്യയല്ല, ശസ്ത്രവിദ്യയാണ്. ആയുധം പ്രയോഗിക്കുന്നതിലെ അഗ്രഗണ്യനാണ് എന്നാണ് ഉദ്ദേശിച്ചത്. കുതിരപ്പുറത്തും ആനപ്പുറത്തും യുദ്ധം ചെയ്യുന്നതിലെ വിദഗ്ധനാണ്. വാളും വില്ലും ഒരേപോലെ പ്രയോഗിക്കുന്നവനാണ്. ഭേദത്തിലും സാമത്തിലും ദാനത്തിലും മന്ത്രാലോചനയിലും സമ്മതനാണ്. ഇവന്റെ കൈകളെ ആശ്രയിച്ചാണ് ലങ്ക ഭയമില്ലാതെ കഴിയുന്നത്. ബ്രഹ്മാവ് ഇവന് കൊടുത്തിരിക്കുന്ന വരം ദേവന്മാരാലും അസുരന്മാരാലും കൊല്ലപ്പെടില്ല എന്നുള്ളതാണ്. ഇവന്റെ പേര് അധികായൻ എന്നാകുന്നു. ഇവന് കവചവും ദിവ്യരഥവും ഉണ്ട്. ഇവനാൽ ദേവന്മാരും ദാനവന്മാരും പരാജിതരായിട്ടുണ്ട്. ഇന്ദ്രനെയും വരുണനെയും ഭയപ്പെടുത്തി ഓടിച്ചിട്ടുണ്ട്. ഇവനെ സംബന്ധിച്ച് എന്താണോ ചെയ്യേണ്ടത് അത് ഉടനെ ചെയ്തില്ലെങ്കിൽ അവൻ വാനര സൈന്യത്തെ ഒന്നാകെ നശിപ്പിക്കും. അധികായൻ വീണ്ടും ഗർജിച്ചു. ബലശാലികളായ വാനരന്മാരെ അവൻ്റെ അടുത്ത് യുദ്ധത്തിന് തയ്യാറായിട്ട് അടുത്തുകൂടി. അവരെയൊക്കെ അധികായൻ പരാജയപ്പെടുത്തിയെങ്കിലും തനിക്ക് നേരെ നിൽക്കാത്തവരെ അധികായൻ ഉപദ്രവിച്ചില്ല. എതിർത്തു നിൽക്കാത്ത ആർക്കെതിരെയും അമ്പ് പ്രയോഗിച്ചില്ല. ഞാൻ പ്രാകൃതനോടെ യുദ്ധം ചെയ്യുകയില്ല എന്ന് അധികായൻ പ്രഖ്യാപിച്ചു. എനിക്കെതിരെ അമ്പും വില്ലുമേന്തി യുദ്ധത്തിന് തയ്യാറുള്ളവരുണ്ടെങ്കിൽ നേരിടാൻ ഞാൻ തയ്യാറാണ് എന്ന് അധികായൻ പ്രഖ്യാപിച്ചു. അത് കേട്ട ഉടനെ ലക്ഷ്മണൻ യുദ്ധത്തിന് തയ്യാറായി അവനോട് എതിരിട്ടു.
നീ ഒരു ബാലനാണ്, നിന്നെ കൊല്ലുന്നതിന് എനിക്ക് താല്പര്യമില്ല എന്ന് അതികായൻ ലക്ഷ്മണനോട് പറഞ്ഞു. എൻ്റെ ശരങ്ങളെ തടയാൻ ഹിമവാന് പോലും ശക്തിയില്ല എന്ന് നീ അറിയണം. അതുകൊണ്ട് നന്നായി ഉറങ്ങിക്കിടക്കുന്ന എൻ്റെ കാലാഗ്നിയെ നീ ഉണർത്താൻ ശ്രമിക്കരുത്. അഥവാ ഗർവമൊഴുത്ത് നീ എന്നോട് യുദ്ധത്തിന് വരികയാണെങ്കിൽ നിന്റെ പ്രാണനെ ഞാൻ നശിപ്പിക്കും. ഈ വാക്ക് കേട്ട് ലക്ഷ്മണൻ രോഷത്തോടു കൂടി പറഞ്ഞു, വാക്കുകൊണ്ട് നീ വമ്പനായിരിക്കാം, എന്നാൽ മേനി പറച്ചിലിൽ കാര്യമില്ല. നീ ആയുധമെടുക്കൂ. അങ്ങനെ നീ തയ്യാറായി വന്നാൽ എൻ്റെ ശരങ്ങൾ കൊണ്ട് നിന്റെ തല അറുത്ത് വീഴ്ത്തുന്നുണ്ട്. ഞാൻ ബാലനാണെന്ന് കരുതി നീ അഹങ്കരിക്കുകയൊന്നും വേണ്ട. ബാലനായ വിഷ്ണു 3 കാലടികളെ കൊണ്ട് ലോകം കൽക്കീഴിലാക്കിയ കഥ നീ മറന്നു പോകരുത്. ലക്ഷ്മണന്റെ ശക്തിയേറിയ ആയുധങ്ങളെ നേരിടാൻ രാക്ഷസൻ വളരെ പണിപ്പെട്ടു. ഒരെണ്ണം ആ രാക്ഷസന്റെ നെറ്റിയിൽ തറച്ചു. നീ എനിക്ക് പറ്റിയ ശത്രു തന്നെയാണ് എന്ന് രാക്ഷസൻ സമ്മതിച്ചു. ആ രാക്ഷസനെ എയ്ത ഒരു അമ്പ് ലക്ഷ്മണന്റെ മാറിൽ തറച്ചു. ധാരാളം രക്തമൊഴുകി. അപ്പോൾ ശക്തമായ മറ്റൊരു അസ്ത്രം രാക്ഷസന് നേരെ പ്രയോഗിച്ചു. പലവിധ ആയുധങ്ങൾ അവരെ പരസ്പരം പ്രയോഗിച്ചു. അവയെല്ലാം പരസ്പരം ഏറ്റുമുട്ടി ഭൂമിയിൽ പതിച്ചു. രാക്ഷസ പ്രയോഗം കൊണ്ട് മറ്റൊരു ശരം ലക്ഷ്മണന് ഏറ്റു. എന്നാൽ പെട്ടെന്ന് സംജ്ഞ വീണ്ടെടുത്ത് ആ മറുശരം പ്രയോഗിച്ചു. രാക്ഷസന്റെ കുതിരകളെയും ശൂദനെയും ലക്ഷ്മണൻ നശിപ്പിച്ചു. ആ രാക്ഷസ വധം ലക്ഷ്യമാക്കി വിട്ട അമ്പുകൾ വേണ്ടത്ര ലക്ഷ്യം കണ്ടില്ല. അപ്പോൾ വായുദേവൻ ലക്ഷ്മണനെ സമീപിച്ച് പറഞ്ഞു, ബ്രഹ്മാവ് അവന് വരം കൊടുത്തിട്ടുണ്ട്. പിളർക്കാനാവാത്ത കവചം അവൻ അണിഞ്ഞിരിക്കുന്നു. അത് പിളർക്കണമെങ്കിൽ ബ്രഹ്മാസ്ത്രം തന്നെ പ്രയോഗിക്കേണ്ടതുണ്ട്. അഗ്നിദേവന്റെ വാക്യം കേട്ട്, അഭിപ്രായം കേട്ട് ലക്ഷ്മണൻ ഉഗ്രവേഗം ഏറിയ ബാണം ബ്രഹ്മാസ്ത്രത്തിൽ യോജിപ്പിച്ച് രാക്ഷസന് നേരെ പ്രയോഗിച്ചു. അപ്പോൾ ദിക്കുകളും ചന്ദ്രനും സൂര്യനും മഹാഗ്രഹങ്ങളും ആകാശവും എല്ലാം നടുങ്ങി ഭൂമിയിലെ ഒരു വിള്ളലുണ്ടായി. അതിനെതിരെ രാക്ഷസൻ പല ആയുധങ്ങളും പ്രയോഗിച്ചെങ്കിലും അതൊന്നും തന്നെ പ്രയോജനപ്പെട്ടില്ല. രാക്ഷസന്റെ കിരീടമണിഞ്ഞ ശിരസ് ഭൂമിയിൽ പതിച്ചു. അത് ഹിമവാന്റെ ഒരു പ്രദേശം മുഴുവൻ വീഴുന്നത്ര വലിപ്പത്തിൽ ഭൂമിയെ നടുക്കിക്കൊണ്ടാണ് വീണത്. അപ്പോൾ രാക്ഷസന്മാരെല്ലാം ദുഃഖിതരായി. അവരെ ഉച്ചത്തിൽ നിലവിളിച്ചു. അവർ ഭയന്ന് ലങ്കയെ ലക്ഷ്യമാക്കി, കൊട്ടാരത്തെ ലക്ഷ്യമാക്കി ഓടി. ആ വാനരന്മാർ സന്തോഷം പങ്കിട്ടു. ശത്രുവിനെ കൊന്നതുകൊണ്ട് അതിസന്തോഷം പൂണ്ട അവർ ലക്ഷ്മണനെ ആരാധിച്ചു. അവരാൽ പൂജിതനായി ലക്ഷ്മണൻ രാമന്റെ സമീപത്തേക്ക് നീങ്ങി എന്ന് പറഞ്ഞുകൊണ്ട് 71 സർഗം പൂർത്തിയാവുകയാണ്. ഓം രാമചന്ദ്രായ നമഃ. ഓം സീതാപതയേ നമഃ.